അയ്യന്തോൾ മോഡൽ റോഡിലെ പണി പൂർത്തിയാകാത്ത ഭാഗത്തെ വെള്ളക്കെട്ട് മൂലം ബൈക്ക് മറിഞ്ഞ് ബസ്സിനടിയിൽപ്പെട്ട് ബാങ്ക് മാനേജറായ യുവാവ് മരണപ്പെട്ടിട്ട് 1 വർഷം പിന്നിട്ടിട്ടും പ്രശ്നത്തിന് ഇതുവരെ ശാശ്വത പരിഹാരമായില്ല. വെള്ളം ഒഴുകിപ്പോകാൻ കാനയില്ലാത്തതിനാൽ മഴ പെയ്താൽ ഇപ്പോഴും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടും. അയ്യന്തോൾ മോഡൽ റോഡ് പണി ആരംഭിച്ച് 22 വർഷമായിട്ടും നിർമ്മല സ്കൂൾ മുതൽ പുഴയ്ക്കൽ പാടം വരെയുള്ള 4ാം ഘട്ടം പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും തുടർച്ചയായ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനും മോഡൽ റോഡ് പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് അയ്യന്തോൾ ജനകീയ സമിതി ആവശ്യപ്പെട്ടു. പുതിയ സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപ ഈ പണിക്ക് ടോക്കൺ സംഖ്യയായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. മോഡൽ റോഡ് പണി അവസാനമായി നിർത്തിവെച്ചത് 10 വർഷം മുൻപായിരുന്നു. മോഡൽ റോഡിന്റെ ബാക്കി പണികൾക്ക് 6 വർഷം മുൻപ് 20 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നതുമാണ്. പൂർണ്ണ തോതിലുള്ള പുനർനിർമ്മാണത്തിന് അനുമതി ഉള്ളതിനാലാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. 2025 ജൂലൈ 19 എയ്ബൽ എന്ന 34-കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ഈ റോഡിലെ വെള്ളക്കെട്ട് പ്രധാന കാരണമായിരുന്നു. വാഹനങ്ങളുടെ എണ്ണം കൂടിയതോടെ ഈ ഭാഗത്ത് ദിവസവും രാവിലെയും വൈകിട്ടും മണിക്കൂറുകളോളം വൻ ഗതാഗത കുരുക്കാണ്. വെറും 2 കിലോമീറ്റർ മാത്രം വരുന്ന അയ്യന്തോൾ നിർമ്മല സ്കൂൾ മുതൽ പുഴയ്ക്കൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റോഡ് നിർമ്മാണം കൂടി പൂർത്തീകരിച്ചാൽ ജില്ലയുടെ വടക്കുഭാഗത്തേക്കും തിരിച്ചുമുള്ള ഗതാഗതം സുഗമമാക്കുവാൻ കഴിയും. കോസ്മോപോളിറ്റൻ റെസിഡൻസ് അസോസിയേഷൻ, ന്യൂ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിനും മോഡൽ റോഡ് പൂർത്തീകരിച്ചാൽ പരിഹാരമാകും. റോഡ് വികസനത്തിനായി ഏറ്റെടുക്കുന്ന സ്ഥലവും കെട്ടിടവും നഷ്ടപ്പെടുന്ന ഉടമകൾക്കും വ്യാപാരികൾക്കും ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു. ജനകീയ സമിതി കൺവീനർ ജെയിംസ് മുട്ടിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ പന്നിംകുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിനോദ് കുറുവത്ത് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോഷി തേറാട്ടിൽ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.